അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, കറുത്ത പാടുന്ന കറുപ്പുകൾ മാറ്റുന്നതിനെ പറ്റിയുള്ളൊരു ടിപ്സാണേ. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, സഹീറ ചോദിച്ചായിരുന്നു, സഹീറ നാസർ അങ്ങനെ തോന്നുന്നു കേട്ടോ പേര്. സഹീറ ചോദിച്ചായിരുന്നു, ചേച്ചി അത് ഞാൻ എൻ്റെ മുഖത്തെ ഹെയർ കളയുന്നതിൻ്റെ വീഡിയോസ് ഇട്ടപ്പോഴാണ് എന്നോട് ചോദിച്ചത്, കണ്ണിന് ഈ ഇവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റിനുമൊക്കെ ആയിട്ട് കറുപ്പ് കളറ് ചിലർക്ക് വരാറുണ്ട് കേട്ടോ. ഏഹ് ഈ സൈഡിൽ ഇങ്ങനെയായിട്ട്, പിന്നെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെയായിട്ട് കറുപ്പ് കളർ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്നവർക്ക് വേണ്ടി അത് പോകാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതിനുള്ളൊരു ടിപ്സാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് കാര്യം എൻ്റെ മുഖത്ത് അങ്ങനത്തെ ഇല്ല. എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ. ചിലർക്കൊക്കെയാണ് അങ്ങനെ വരാറുള്ളത്. ചിലർക്ക് ചില സമയങ്ങളിൽ വരാറുണ്ട്. ചിലർക്ക് ചില സമയങ്ങളിൽ അത് മാറിപ്പോകും. അപ്പോൾ എല്ലാവരും പറയും കഷ്ടകാലം വരുമ്പോഴാണ് അങ്ങനെ. അതൊന്നും അല്ല നീ. അതൊക്കെ ഓരോന്നിൻ്റെ ചേഞ്ചസിൻ്റെ ഒക്കെ ഇതുകൊണ്ട് വരുന്ന കഷ്ടകാലമൊന്നുമല്ല. അങ്ങനെ വരുന്നതാന്ന് പറയും. പക്ഷേ ചില സമയത്ത് കണ്ണിൻ്റെ അടുത്ത് കറുത്ത പാട് പൂർണ്ണമായിട്ടും ചിലർക്ക് കാണുകയില്ല. ചില സമയത്ത് കണ്ണിൻ്റെ കറുത്ത പാടായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെയുള്ളൊരു ടിപ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാവേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്നതൊക്കെയാണ് വേണ്ടതെന്നുള്ളതും എന്നതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇത് കേടൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ. ഇതുപോലെ ഒരെണ്ണം എടുത്താൽ മതി. ഒത്തിരി വലുത് വേണമെന്നില്ല, തീരെ ചെറുതുണ്ട്. ഇതുപോലെ ഒരു മീഡിയം സൈസ് മതി. ഇനി നമുക്കിത് ഇതുപോലെ ഒരു കട്ടറ വെച്ചൊന്ന് ചിരണ്ടി എടുക്കാവേ. നല്ലപോലെ ഒന്ന് ഈ ചെറിയ ഇത് വെച്ച് ചിരണ്ടിയെടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ജ്യൂസിന് വേണ്ടിയാണ്. ഇതിൻ്റെ ജ്യൂസ് മുഴുവനും നമുക്ക് കിട്ടണം. നല്ലപോലെ ഒന്ന് ചിരണ്ടിയെടുക്കട്ടെ. മുഴുവനും ഇതെടുക്കട്ടെ. ഇത് മുഴുവനും നല്ലപോലെ ചിരണ്ടി എടുത്താൽ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് ശകലം പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഇതുണ്ട് നമുക്ക് നല്ലപോലെ ഇതിൻ്റെ ജ്യൂസ് കിട്ടും. ഇങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് മുഴുവനും നമുക്കിത് ഇനി എടുക്കാൻ പറ്റും. ഇത് മുഴുവനും പിഴിഞ്ഞ് ഇതിൻ്റെ പിശിടെല്ലാം മാറ്റി നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമാണ് വേണ്ടത്. ഇതിനി ഒരു അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാം. ഒരു ഉരുളക്കിഴങ്ങിൽ നമുക്ക് ആവശ്യമുള്ള ജ്യൂസ് കിട്ടും കേട്ടോ. നമ്മുടെ ജ്യൂസ് നല്ലപോലെ അരിച്ചെടുത്ത് കേട്ടോ. നമുക്ക് ഇത് കണ്ട് ഇപ്പം തന്നെ അതിൻ്റെ അടിയിലോട്ട് അതിൻ്റെ മട്ട അടിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മട്ടാണ് ആവശ്യം. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്നിങ്ങനെ ഇരിക്കട്ടെ. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേലിലോട്ട് അത് ആ ഒരു ഈ ഇതിൻ്റെ ഒരു വെള്ളമുണ്ട്. ആ വെള്ളം നമുക്ക് വേണ്ട കേട്ടോ. അതൊരുമാതിരി ബ്ലാക്ക് കളർ പോലത്തെ വെള്ളമാണ്. അത് നമ്മുടെ മുഖത്ത് തേച്ചാൽ മുഖം വീണ്ടും കറക്കത്തേ ഉള്ളൂ. പക്ഷേങ്കിൽ അതിൻ്റെ അടിയിൽ ആ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് മേളിലോട്ട് ഒരു ഇച്ചിരി നേരം വെച്ചാൽ മതി. ഇത് കണ്ട് ഇപ്പം തന്നെ അത് അടിയിലോട്ട് അങ്ങ് അടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കണ്ടോ, വെളുത്ത കളറിൽ കണ്ടോ. അതുപോലെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അനക്കാതെ വെച്ചാൽ മതി. അത് സെറ്റ് ആയിക്കോളും. അതവിടെ നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞെടുക്കാവേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരമായി കേട്ടോ എടുത്ത് വെച്ചിട്ട്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഡാർക്ക് കളർ അതിൻ്റെ ആ ജ്യൂസ് കളയുക. അത് വേണ്ട നമുക്ക്. ഇതിനകത്ത് പിന്നെ കാണുന്നേ ഈ വെള്ള ഇത് മാത്രം മതി കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഇതുണ്ട്, സെറ്റായിട്ട് അത് കിട്ടും. ഇതുണ്ടോ. ഇനി ഇതാണ് നമുക്ക് മുഖത്ത് തേക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് നമ്മൾ തേക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ ഈ കറുപ്പ് കളർ കണ്ടോ, അത് നമ്മുടെ മുഖത്താകും. മുഖത്തായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ആ കറുപ്പ് ഒന്നും കൂടെ നമ്മുടെ മുഖത്തെ കൂടത്തേ ഉള്ളൂ. ഇതിൻ്റെ അടിയിൽ അടിഞ്ഞേക്കുന്ന ഈ മട്ട് കണ്ടോ, ഇത് മാത്രം മതി നമുക്ക് ഈ ഒരു പായ്ക്കുണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് അതെങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് വീഡിയോയിലൂടെ കാണിച്ചല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു മട്ട് മാത്രമാണ് വേണ്ടത് കേട്ടോ. അത് നമുക്ക് മുഖത്ത് തേക്കാനുള്ള ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഇത് കേട്ടോ, ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്കിനി വെയിലത്ത് വെച്ച് ഇത് ഉണക്കി എടുത്ത് വെക്കാം കേട്ടോ. ഇത് ഇച്ചിരി കൂടുതൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇത് പിന്നെ ഉണക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പച്ചവെള്ളം ഇതിനകത്ത് ഒഴിച്ചൊന്ന് ഇളക്കി വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ കറുപ്പ് കളറ് ശരിക്കും പോയി കിട്ടും കേട്ടോ. നല്ല വെള്ള പൊടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതിന്. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മേളത്തെ ഇപ്പോൾ ജ്യൂസ് മാത്രം ഒന്ന് കളഞ്ഞെടുത്തതേ ഉള്ളൂ. അപ്പം നമുക്കൊരു ഇത്രയും എടുത്തു. അത് നമുക്ക് ഗ്ലാസിൻ്റെ അടിയിൽ നമുക്ക് നല്ലപോലെ വടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുത്ത്. ഇനിയുണ്ട് അതിനകത്ത്, നമുക്കത് മുഖത്ത് വെക്കാൻ നല്ലതാണ്.
അപ്പം ഇനി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കടലമാവാണ് ചേർക്കുന്നത്. കടലമാവ് ഒരു കുറച്ച് മതി, ഒരുപാട് വേണമെന്നില്ല. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ശകലം ഉരുളക്കിഴങ്ങിൻ്റെ ഈ മട്ടാണ് നമുക്ക് കൂടുതലും വേണ്ടത്. കടലമാവ് ഒരു ശകലം ഇട്ടാൽ, അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടിയാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി കടലമാവാണ് ചേർക്കുന്നത്, ഒരു ശകലമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കടലമാവും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇച്ചിരി പാലാണ്. ഇതിപ്പോൾ ഭയങ്കര കട്ടിയിലിരിക്കുവാണ്, അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ശകലം പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നത്. കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് വെച്ച് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തൊന്ന് ചാലിച്ചെടുക്കുക. ഞാനൊരു തുള്ളി പാലാണ് ഒഴിച്ചത്, നമുക്കത് മതി. ഒത്തിരി ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതങ്ങ് ഒലിച്ചു പോകും. ഒരു തുള്ളി പാലൊഴിച്ചിട്ട് തന്നെ കേട്ടോ. ഇതുകൊണ്ട് ഇത്ര ഇതങ്ങ് ലൂസായിപ്പോയി. ഒരു ശകലം കൂടെ കടലമാവ് അതിനകത്ത് നമുക്ക് ചേർക്കാം. മുൾട്ടാണി മിട്ടി നല്ലതാണ് കേട്ടോ ഇതിന് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ കടലമാവാണ് ചേർക്കുന്നത്. മുൾട്ടാണി മിട്ടി എൻ്റെ തീർന്നിരിക്കുവാണ്, അതുകൊണ്ടാണ് കടലമാവ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി തിക്കായിട്ട് നമുക്കിത് കിട്ടണം, അല്ലെങ്കിൽ മുഖത്ത് തേക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഒലിച്ചു പോകും. എന്നിട്ട് ഇത് കണ്ടോ നല്ലപോലെ ഇതിനകത്ത് പാലാണ് ചേർത്തേക്കുന്നത്. പാല് ചേർത്തേക്കുന്നത് മോക്കൂരിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തിളപ്പിച്ച പാല് അതിൻ്റെ പാൽപ്പാട് എടുത്ത് മാറ്റിയതിന് ശേഷം ചേർക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ച് അറിയ പാലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ പാൽപ്പാട് മാറ്റിയതിന് ശേഷം തേക്കുക കേട്ടോ. ഇനി നമുക്കിത് എൻ്റെ മുഖത്തില്ല, പക്ഷെ നിങ്ങളിപ്പോൾ പറയും മുഖത്തുള്ളവരെ കാണിച്ചു തരാൻ പറഞ്ഞാൽ മുഖത്തുള്ളവരില്ലാതെ ഞാൻ എന്നാ ചെയ്യും. അപ്പോൾ എൻ്റെ മുഖത്തെ തേച്ച് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വിശ്വാസം കൂടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് മുഖത്ത് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടാണ് പുള്ളിക്കാർ ചോദിച്ചേക്കുന്നത്, നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. അതുപോലെ കണ്ണിൻ്റെ ഇവിടെ ആണെങ്കിലും ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. പിന്നെ ചിലർ പറയും കൺമഷി കണ്ണിൽ എഴുതുന്നവർക്ക് കറുപ്പ് വീഴും കണ്ണി. ചുമ്മാ അതാ കേട്ടോ. ഞാൻ കൺമഷി തേക്കാതെ, നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കാം, ഞാൻ കൺമഷി തേക്കാതെ നിങ്ങൾ ആരും എന്നെ കണ്ടിട്ടില്ല. കൺമഷി തേക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിലാണ്. ഇപ്പം ഞാൻ കണ്ണി തേക്കുന്ന കൺമഷി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ കൺമഷിയില്ലേ, അതാണ് നല്ല കട്ട കറുപ്പാണ് അതിന്. അപ്പോൾ അത് കണ്ണി ഒരു ദിവസം തേച്ചാണ്ടല്ലോ എനിക്ക് 2-3 ദിവസമൊക്കെ കൺമഷി പിന്നെ കണ്ണി തേക്കേണ്ട, അതുപോലെ കണ്ണിലുണ്ട്. പിന്നെ കണ്ണൊന്ന് ചൊറിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഭദ്രകാളി മാതിരിയൊക്കെ തോന്നും. പക്ഷേങ്കിൽ ആ കൺമഷിയാണ് ഞാൻ തേക്കുന്നത്. അത് ഒന്ന് എണ്ണ കൊണ്ട് നല്ലപോലെ ഒന്ന് തൂത്ത് തുടച്ച് കളയുമ്പോഴത്തേക്കുണ്ടല്ലോ കൺമഷി മുഴുവൻ പോവും. കണ്ണിൻ്റെ അവിടെ കറുത്ത പാടോ യാതൊന്നും വരത്തില്ല. ചിലർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൺമഷി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കണ്ണിൻ്റെ അവിടെ കറുത്ത പാട് വെറുതെയാണത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ണൊക്കെ കരിക്കട്ട പോലെ ഉണ്ട്, കണ്ണിൻ്റെ താഴ്വശയൊക്കെ. ഞാൻ ഒത്തിരി കൺമഷി ഉപയോഗിക്കും. കല്യാണം കഴിഞ്ഞ് ആ സമയം മുതൽ, അതിന് മുന്നേ ഞാൻ കൺമഷി ഉപയോഗിക്കത്തില്ലായിരുന്നു കേട്ടോ. കണ്ണെഴുതുന്ന സ്വഭാവമേ എനിക്കില്ലായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണെഴുതിച്ച് തുടങ്ങിയത്. അന്ന് മുതൽ കൺമഷിയെ നല്ലപോലെ തേക്കാറുണ്ട്. ഇതുണ്ട് ഇങ്ങനെ മുഖത്ത് നമ്മളൊന്ന് ഇതൊന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തൊരു അരമണിക്കൂറെങ്കിലും നമുക്കാണ്. ഇതിപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോൾ കടലമാവ് ഇതൊക്കെ ഉണ്ട് ഉണങ്ങുമ്പോൾ വീണ്ടും നിങ്ങളത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് വീണ്ടും അതിൻ്റെ പുറത്തോട്ട് തന്നെ തേച്ച് കൊടുക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മുടെ മുഖത്ത് ഇത് വെക്കണേ. ഈ ഉണങ്ങുമ്പോൾ ഉണങ്ങുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും അതിൻ്റെ പുറത്തോട്ട് തന്നെ തുടച്ച് കളയണ്ട. തുടച്ച് കളയാതെ ഇങ്ങനെ തേക്കുക. ഇവിടെ ഒക്കെയാണ് കൂടുതലും ചിലർക്ക്. പിന്നെ മൂക്കിൻ്റെ ഇവിടെ കറുപ്പ് കളർ വരാറുണ്ട്, അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. അങ്ങനെ തേച്ച് കൊടുക്കുക. ഇത് കണ്ടോ ഇങ്ങനെ തേച്ച് ഉണങ്ങുന്ന അനുസരിച്ച് വീണ്ടും 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 തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് വീണ്ടും വീണ്ടും തേച്ച് ഒരു അരമണിക്കൂർ വരെ നമ്മളിങ്ങനെ, ഇപ്പം നിങ്ങൾ ഓർക്കല്ലേ ഹനുമാൻ്റെ മാതിരി ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുഖത്തെ കറുത്തപ്പാട് പോകാനായിട്ടല്ലേ. നമ്മൾ വീട്ടിലല്ല സമയത്ത് എപ്പോഴും നിങ്ങളുടെ സമയം അനുസരിച്ച് കുളിക്കുന്നതിന് മുന്നേ എപ്പോഴും ചെയ്യുക. എന്നിട്ട് നല്ലപോലെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകിക്കളയണം കേട്ടോ. ഇങ്ങനെ ഒരു ശകലം വെള്ളം കൈ ഇങ്ങനെ തൊട്ടേച്ച് ഇച്ചിരി ഒത്തിരി വെള്ളം കോരി ഒഴിക്കല്ലേ. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിനിങ്ങനെ ഇങ്ങനെ കറുപ്പുള്ള ഭാഗം നല്ലപോലെ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്ത് കൊടുത്തേച്ച് കഴുകിക്കളയോ അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കോ എന്നെയെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ആ കറുപ്പ് മാറിക്കിട്ടും. നല്ല വേഴാമ്പലുണ്ട് നമുക്കിവിടെ, ഗ്ലാസ് വന്ന് കുത്തുന്നതിൻ്റെ സൗണ്ട്. അങ്ങനെ ഒരാഴ്ച നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഓടിച്ച് വിട്ടേച്ച് തൊട്ടെ, അതിനല്ലേ ഗ്ലാസ് തന്നെ പൊട്ടിക്കും. അപ്പോൾ ഞാൻ ഇത് ഉണങ്ങുന്നതനുസരിച്ച് ഇതിപ്പോൾ ഒന്നും കൂടെ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങുന്നതനുസരിച്ച് വീണ്ടും ഇങ്ങനെ അരമണിക്കൂർ വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ ഇവിടെ ഞാൻ ഇങ്ങനെ തേച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഉണങ്ങിക്കഴിയുമ്പോൾ സംസാരിക്കില്ല കേട്ടോ. ഇച്ചിരി ഒന്ന് ടൈറ്റ് ആയ പോലെ നമുക്ക് തോന്നും. അത് നമ്മളിത് കലക്കി വെച്ചേക്കുന്നത് ഓരോ പ്രാവശ്യം മുഖത്ത് തേക്കുമ്പോഴും ഒന്ന് ഇളക്കി വെച്ച് വേണം കേട്ടോ. അടിയിലോട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് അങ്ങ് അടിഞ്ഞ് കിടക്കും. അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി വെച്ച് നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും എടുക്കാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അങ്ങനെ തേച്ച് ഒന്ന് ഒരാഴ്ചയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാനൊന്ന് തുടച്ച് കളയട്ടെ.
കണ്ണിൻ്റെ ഇവിടെ ഞാനൊരു ശകലം തേച്ചായിരുന്നു. എന്നിട്ട് സ്ക്രബ് ചെയ്ത് വെച്ച് ഇങ്ങനെ തുടച്ച് കളഞ്ഞാലും മതി കേട്ടോ. ഇങ്ങനെ കഴുകിയിട്ട് വരട്ടെ. അപ്പം ഞാൻ എൻ്റെ മുഖം എല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കി കേട്ടോ. നമ്മൾ മുഖം കഴുകുകയോ തുടയ്ക്കുകയോ എന്നാലും ചെയ്താൽ മതി. കഴുകുമായിരുന്നു ഞാൻ ചെയ്ത്, കഴുകി വൃത്തിയാക്കി എടുത്ത്. അപ്പം ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ 1 ദിവസം 2 ദിവസം ചെയ്തേച്ച് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയില്ല. ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഇപ്പം ഞാനത് കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് എൻ്റെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്തതേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് സ്ക്രബ് ചെയ്യുന്നത് കാണിക്കായിരുന്നത്. നിങ്ങൾ സ്ക്രബ് ഒന്നും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഒരിച്ചിരി പഞ്ചസാര എടുക്കുക. തരി പോലത്തെ പഞ്ചസാര ആയിരിക്കണം എടുക്കുന്നത്. ആ പഞ്ചസാര എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബ്രൂവിൻ്റെ പൊടിയും കൂടെ ഒരിച്ചിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഇച്ചിരി പാലോ വെള്ളമോ ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ പഞ്ചസാരയ്ക്ക് ഇച്ചിരി തരി കൂടുതലാണെങ്കിൽ ഒരിച്ചിരി നേരം ഒന്ന് ചാലിച്ചാൽ മതി. ആദ്യം പാലും പഞ്ചസാരയും കൂടെ ഒരിച്ചിരി നേരം ചാലിച്ച് കഴിഞ്ഞാൽ ആ തരി അങ്ങ് പോകും. ബ്രൂവും കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾ ചാലിക്കാൻ നിൽക്കരുത്. പഞ്ചസാര അരിയാൻ ഇച്ചിരി താമസം എടുക്കുക. അത് വെച്ചാൽ ബ്രൂവിൻ്റെ പൊടി ഞാൻ കട്ട പിടിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം പഞ്ചസാരയും പാലും കൂടി ചെറുതായിട്ടൊന്ന് ചാലിച്ച് അതിലേക്ക് ഒരു ശകലം ബ്രൂവിൻ്റെ പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന്, അത് മുഖം മുഴുവൻ സ്ക്രബ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുഖത്തിന് നല്ല കളർ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് പുരട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം തുടച്ച് മാറ്റിയതിന് ശേഷം ഇത് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പോലെ ഉണങ്ങുന്നതനുസരിച്ച് വീണ്ടും അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂറോളം അത് ചെയ്യുക. ചെയ്തേച്ച് ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് തന്നെ നല്ലപോലെ ഒന്ന് ആ പൊടി മുഖത്തൊട്ടി ഒരു ഇത് ഉണങ്ങിയിരിക്കുന്നില്ല, നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് വെച്ച് തുടച്ച് മാറ്റുമോ കഴുകിക്കളയുകയോ ചെയ്ത് നിങ്ങളിങ്ങനെ ഒരാഴ്ച ചെയ്ത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡൈ ഒക്കെ ചെയ്ത് അലർജിയൊക്കെ വരുന്നവർക്കാണെങ്കിൽ നടക്കത്തില്ല കേട്ടോ. അതിൻ്റെയൊക്കെ അലർജി കൊണ്ടൊക്കെ വരുന്നത് ഈ തേച്ചാൽ മാറുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വെച്ചാൽ അത് അലർജി കൊണ്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഒന്നും ഇടാൻ സമയം കിട്ടുന്നില്ല, സുഖമില്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. പിന്നെ ഇങ്ങനെ എൻ്റെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാൻ പിന്നെ ഒത്തിരി താമസിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇന്നങ്ങ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ലൈവൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. പെയിനൊക്കെ കുറഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇങ്ങനത്തെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വാചകം അടിച്ചൊന്നും വേണ്ട, ആരും ഒന്നും പറയില്ല കേട്ടോ. പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീട്ടുവിശേഷങ്ങളും പിന്നെ ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. വീട്ടുവിശേഷം ഞാൻ ഉറപ്പ് പറയുന്നില്ല, പറ്റുന്ന പോലെയൊക്കെ വീഡിയോസിലൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മടിച്ചേക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചും കൂടെ പോണേ. ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പെട്ടെന്ന് അന്നേരം തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. എന്നു വെച്ച് വയ്യാത്തതുകൊണ്ടാണ്, ചിലപ്പോൾ മിക്കപ്പോഴും കിടപ്പൊക്കെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമേ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് സാധനം, കാറെ കുത്തുന്നത്. കണ്ടോ, അപ്പുറത്ത് ഭയങ്കര ശല്യം അതിനെക്കൊണ്ട്.